കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. നാസ്ഡാക്ക് 0.51%, S&P 0.23% ഉയർന്നാണ് ക്ലോസിംഗ് നൽകിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.25% ഇടിഞ്ഞതും ഗോൾഡിൻ്റെ വില 0.26% ഇടിഞ്ഞതും ഇന്ത്യൻ വിപണിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 0.7% ഉയർന്ന് 23,753 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ആഴ്ച ഇൻഡെക്സ് 5% ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇൻഡെക്സ് 5% ഇടിഞ്ഞതിന് ശേഷമുള്ള ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് വേണം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലെ മൂവ്മെൻറ്റിനെ മനസ്സിലാക്കാൻ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 168 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2227 കോടി രൂപയുടെ ബൈയിങ് ആണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് വ്രാജ് അയൺ ആൻഡ് സ്റ്റീൽ. വ്രാജ് അയൺ ആൻഡ് സ്റ്റീൽ ബിലാസ്പൂരിൽ സ്പോഞ്ച് അയൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. GPS ലൊക്കേഷൻ ബേസ്ഡ് പബ്ലിക് അഡ്രസ് ആൻഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി MIC ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്ക് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് കോമ്പറ്റൻ്റ് അതോറിറ്റിയിൽ നിന്നും കപ്പാസിറ്റി കം കേപ്പബിലിറ്റി അസസ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. കമ്പനി ഹോസ് വയർ എന്ന പുതിയ പ്രൊഡക്റ്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ബ്രാസ് കോട്ടഡ് ഹോഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് വയറിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷനാണ് ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനി NTPCയുമായി ചേർന്ന് ബാറ്ററി എനർജി സ്റ്റോറേജ് പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 185 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് പർച്ചേസാണ് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലോങ് ടൈമിലേക്ക് നടത്തുന്നത്. സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനി QIP വഴി 595 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തിരുന്നു. ഇതിനുവേണ്ടി 1.14 കോടി ഷെയറുകൾ 523 രൂപയ്ക്കാണ് കമ്പനി സെൽ ചെയ്തത്. വെബ്സോൾ എനർജി എന്ന കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ പുതിയ എക്യുപ്മെൻറ്റുകൾക്ക് ഓർഡർ ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വെബ്സോൾ എനർജി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. നവീകരിച്ച പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ 2026 ജൂലൈ മാസം മുതൽ ആരംഭിക്കും. TVS മോട്ടോർ കമ്പനി ഡ്രൈവെക്സിൽ 39.11% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഈ അക്വിസിഷനോട് കൂടി ഡ്രൈവെക്സിലുള്ള TVSൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 87.38% ഉയർന്നു. ഇന്ന് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. PG ഇലക്ട്രോപ്ലാസ്റ്റ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിർമ്മിക്കുന്നതിന് വേണ്ടി വേൾപൂൾ എന്ന കമ്പനിയുമായി കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഭാരത് ഫോർജ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഭാരത് ഫോർജ് അമേരിക്കയിൽ ഭാരത് ഫോർജ് $65 മില്യൺ ഫണ്ട് ഇൻഫ്യൂഷൻ നടത്തി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്